ഈ സ്മാർട്ട് ഫോൺ എന്നെ വളരെ സ്മാർട്ട് ആയിട്ടാണല്ലോ കാണിക്കുന്നത്. കമ്പനി കൊടുക്കുന്നത് മാത്രമല്ല പല കാര്യങ്ങളും കാണിക്കും. കണ്ടോ, നല്ല ക്യാമറയുണ്ട്. മുഖമൊന്ന് കാണിച്ചേ. ഈ കാട്ടിൽ നിറയെ മൃഗങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുകൂടാതെ നിറയെ മരങ്ങളുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്ന് നിങ്ങളുടെ മുഖം കണ്ട് ബോറടിക്കാൻ തുടങ്ങി. നന്നായിട്ട് കോമഡി പറയുന്നുണ്ട്. ഇതുപോലെ അവനെയും കൂട്ടി നമുക്ക് ചെറുതായിട്ടൊരു കളി കളിച്ചാല് അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുത്തേക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ, ബിരിയാണി റെഡിയായിട്ടില്ല. അതിന് മുമ്പ് ഈ ടോം വെള്ളം കുടിച്ചോണ്ട് നിൽക്കുവാണല്ലോ. ഇത് നല്ല പെർഫെക്റ്റ് ഷോട്ട് ആണല്ലോ. അല്ല, ഈ ഫോട്ടോയിൽ എന്താ ഇടങ്ങാറ് പോലെ ഇവൻ കയറി വന്നിരിക്കുന്നത്? ഈ ആംഗിൾ കുഴപ്പമില്ല. ഇടാ, മാറി നിൽക്കണം അവിടുന്ന്. എപ്പോ നോക്കിയാലും ക്യാമറ എന്റെ മുമ്പിൽ വന്നു നിന്നോണ്ടിരിക്കും. ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? ഈ ഫ്രെയിമിൽ മാത്രം അവനെ കാണുന്നില്ല. ആ പൊട്ടൻ എവിടെ പോയി? ശരി, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നമുക്ക് ഈ ഫോട്ടോ എടുത്തേക്കാം. എടാ പൊട്ട, നിന്റെ വാല് മാത്രം കാണുന്നടാ. നിന്നെ വെറുതെ വിടില്ല ഞാൻ. നീ കാരണം എന്റെ ഫോണിന്റെ ബാറ്ററി പോലും തീരാൻ പോവുക. എപ്പോഴും ഈ മൊബൈൽ വെച്ചോണ്ടിനെ ഇരിക്കുന്നത്. കുറച്ചു നേരമെങ്കിലും ഈ മൊബൈൽ ഇല്ലാതെ ഒന്ന് ഇരുന്നൂടെ? ശരി ശരി, ഞാൻ ഈ ബാസ്ക്കറ്റിൽ ഇത് ഒളിപ്പിച്ച് വെച്ചേക്കാം. ഓക്കെ അല്ലേ? പിന്നെ ആ വലിയ ഫ്രൂട്ട് കണ്ണിൽ പെട്ടാൽ ഉടനെ എന്നെ അറിയിച്ചേക്കണം കേട്ടോ. ഇവിടെ തിരിച്ചു വന്നിട്ട് നാഷണൽ ഗാർഡിൽ ഫോൺ ചെയ്യാം. ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും ഈ ബാസ്ക്കറ്റിൽ നിന്ന് നീ എന്തെങ്കിലും കഴിച്ചാലുണ്ടല്ലോ, വീണ്ടും നിനക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. നീ ഒരു കാരണവശാലും എന്റെ സെൽഫോണിന്റെ അടുത്തേക്ക് വരരുത്. പോടാ അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടിക്കുട്ടിയ പാടത്തേക്ക് എറിഞ്ഞേക്കും. മനസ്സിലായോ? എടാ ടോമേ, ചെറുതി കഴിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്താല് ഇഷ്ടപ്പെടില്ല എന്ന് നിനക്ക് അറിയില്ലേ? ആരെങ്കിലും വെറുതെ ടോമിനെ ശല്യം ചെയ്താലേ പിന്നെ അവൻ ഒരിക്കലും ആരെയും വെറുതെ വിട്ടേക്കില്ല. ജെറി, ഇവിടെ വേറെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. ഈ ചീസ് കാരണം വലുതും പ്രശ്നമുണ്ടായാലേ അതിന് മുഴുവൻ ഉത്തരവാദി നീ ആയിരിക്കും. നമ്മുടെ ജെറിയില്ലേ, സ്കൂളിൽ പഠിക്കുമ്പോ ഷാരിങ്ങിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആർക്കറിയാം എന്തൊക്കെയാ സംഭവിക്കാന്ന്. പാവം നമ്മുടെ ടോം അറിയാതെ കുരങ്ങിന്റെ കൈ കുടുങ്ങിപ്പോയി. ജീവൻ തന്നെ പോയാലും ആ ഫോണിന്റെ കാര്യത്തിൽ ടോം വളരെ ഉഷാറാണ്. അവനത് ആർക്കും കൊടുക്കില്ല. ആ വലിയ ഫ്രൂട്ടിന്റെ ഫോട്ടോ എടുത്തെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഞാൻ കോടീശ്വരനായേനെ അല്ലേ? ടോമിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നേനെ. എടാ ടോമേ, സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കണമെങ്കിലേ ഫോട്ടോ എടുക്കുന്ന ആള് സ്മാർട്ട് ആയിരിക്കണം. അല്ലെങ്കിലേ എടുക്കുന്ന ഫോട്ടോ ഒരിക്കലും സ്മാർട്ട് ആയിരിക്കില്ല. ബന്ധം മനസ്സിലായോ? പറയുന്നേ മനസ്സിലായോന്ന്? നീ എന്താണ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്? കാറിനെ ചുറ്റി ചുറ്റി നീ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? നീ ഫോൺ തുടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിനക്ക് വിവരമില്ലേടാ? നിന്നോടാ ചോദിക്കുന്നത്, നിന്നോട്.
ടോം, നീ എന്താ ചെയ്യുന്നത്? ടോം അതൊക്കെ എറിയല്ലേ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് ബുദ്ധി വരില്ലേ? ഇനി ഒരിക്കലും അവൻ ശല്യം ചെയ്യത്തില്ല. ടോം കഥക് തുറക്ക് പെട്ടെന്ന്, ഞങ്ങൾക്കുള്ളിലേക്ക് കയറണം. കഥക് തുറക്ക്, കഥക് തുറക്കണ ടോമേ, കഥക് തുറക്ക്. ടോമേ, നീ അവനെ സ്വസ്ഥമായി കഴിക്കാൻ അനുവദിക്കേ, അല്ലെങ്കിലേ നീ അവന്റെ കയ്യിൽ നിന്ന് ഒരു 1.5 വീടി വാങ്ങിക്കും. പറഞ്ഞത് കേട്ടോ. എന്റെ അമ്മോ, ഞാൻ കാണുന്നതെല്ലാം സത്യമാണോ സ്വപ്നമാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഓ, ഇനി പണക്കാരനാകണമെന്ന ആഗ്രഹത്തിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണോ? ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്താൽ വിശ്വസിക്കില്ലേ? അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്.